നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസ തട്ടിപ്പ്, വിദേശത്തേക്കുള്ള തൊഴിൽ തട്ടിപ്പുകൾ എന്നിവ സംബന്ധിച്ച് നിരവധി വാർത്തകളാണ് അനുദിനം പുറത്തുവരുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്നതും. വ്യാജ റിക്രൂട്ട്മെന്റ്, മനുഷ്യക്കടത്ത് എന്നിവയിലൂടെ വിദേശത്ത് കുടുങ്ങിപ്പോകുന്നവരെ ഇന്ത്യൻ എംബസി, പ്രവാസി സംഘടനകൾ എന്നിവരുടെ സഹായത്തോടെ നാട്ടിൽ തിരിച്ചെത്തിക്കുന്നതിന് നിലവിൽ നോർക്ക വകുപ്പും നോർക്ക റൂട്ട്സും സത്വര നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിയമാനുസൃതമല്ലാത്ത റിക്രൂട്ട്മെന്റ്, വിസ തട്ടിപ്പ് എന്നിവയ്ക്കെതിരെ വിപുലമായ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും വീണ്ടും ഇത്തരം തട്ടിപ്പുകൾ തുടരുകയാണ്. തട്ടിപ്പിനായി പുതിയ രീതികളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പുതിയ രീതിയിലുള്ള വിസ തൊഴിൽ തട്ടിപ്പിന് ഇരയായത് 4 മലയാളി യുവാക്കളാണ്. വയനാട് നീലഗിരി പൊട്ടവയൽ സ്വദേശികളായ സന്തോഷ് മാത്യു, ലൈജു ഷാജി, ജിൻസ് റെജി, മാനന്തവാടി സ്വദേശി അജിത് എന്നിവരാണ് ചതിയിൽപ്പെട്ടത്. നവംബർ 18-ന് UAE-യിലെത്തിയ ഇവർ ഷാർജ റോളയിലെ ചെറിയ മുറിയിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പ്രതിസന്ധിയിൽ കഴിയുകയാണ്. സൗദിയിലെ പ്രമുഖ പാൽ ഉൽപ്പന്ന കമ്പനിയുടെ പേരിൽ എംപ്ലോയ്മെന്റ് വിസയെന്ന് തിരുത്തിയ 1 മാസത്തെ സന്ദർശക വിസയും UAE ഗവൺമെന്റ് ലോഗോയും പതിച്ച വ്യാജ തൊഴിൽ കരാറും നൽകിയാണ് ഇക്ബാൽ എന്നയാൾ ഇവരെ വഞ്ചിച്ചത്. ഇയാൾ വയനാട് കൽപ്പറ്റ കമ്പളക്കാട് സ്വദേശിയെന്നാണ് പരിചയപ്പെടുത്തിയത്. യുവാക്കളിൽ നിന്ന് 90,000 രൂപ വീതം 3,60,000 രൂപയും കൈക്കലാക്കി. ഇവരെ പോലെ ഒട്ടേറെ പേർ ഇയാളുടെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെന്നാണ് കരുതുന്നത്. പണം വാങ്ങിയ ഏജന്റ് ഇക്ബാലും ഇയാളുടെ ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ ഷമീറ എന്ന സ്ത്രീയും വയനാട്ടിൽ നിന്ന് മുങ്ങിയതിനാൽ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് റോളയിലെ മുറിയിലെത്തിച്ച ഏജന്റിന്റെ ആളെന്ന് പറഞ്ഞ ഹിന്ദി സംസാരിക്കുന്നയാൾ ഇവരെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ഇവർ നിലവിൽ ഷാർജയിൽ ദുരിതത്തിൽ കഴിയുകയാണ്. ഈ മാസം 27-ന് ഇവരുടെ വിസ കാലാവധി കഴിയുമെന്നതിനാൽ എന്താണ് തങ്ങളുടെ ഭാവി എന്ന് പോലും അറിയാതെ കടുത്ത ആശങ്കയിലാണ് ഇവർ കഴിയുന്നത്. അതേസമയം നേരത്തെയും UAE-യിലെ ചോക്ലേറ്റ് കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത് വൻ വിസ തട്ടിപ്പ് നടത്തിയതായുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. 100-ലധികം മലയാളികൾ തട്ടിപ്പിന് ഇരയായി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. തട്ടിപ്പിന്റെ ഇരകൾ അജ്മാനിൽ ഭക്ഷണം പോലും ലഭിക്കാതെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞത്. ഫേസ്ബുക്കും വാട്സാപ്പും വഴി നടത്തിയ തട്ടിപ്പിന് പിന്നിൽ ചരട് വലിച്ചവരെ ഇരകൾ ഇതുവരെ നേരിൽ കണ്ടിട്ടുപോലുമില്ല. ഫാമിലി സ്റ്റാറ്റസ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇവർ 2 കുട്ടികളുള്ള കുടുംബത്തെയും അബുദാബിയിൽ എത്തിച്ച് കബളിപ്പിച്ചു. മണി ചെയിൻ മാതൃകയിലാണ് ഇരകളെ ഇവർ വലയിലാക്കി തട്ടിപ്പ് നടത്തിയത്. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ പ്രവാസികൾ വീഴാതിരിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.